എത്രയോ ലോങ് പിടിച്ചിട്ടാണ് കളിപ്പിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ ആയൊരു വ്ളോഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ആയഞ്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള സൺറൈസ് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പിന്നെ ഇതുവരെയായിട്ടും നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടാത്തൊരു വ്യക്തിയാണ് എൻ്റെ ചാർലിക്കുട്ടൻ. അപ്പോൾ ചങ്ങായിനെ കൊണ്ട് വന്നത് കണ്ടോ, ഫുള്ള് ഇവൻ കാരണം ഇതേണ്ട ഫുള്ള് എന്താ പറയുക രോമം കൊണ്ട് അഭിഷേകം കണ്ടതോ. ഇതാണ് നോക്കുന്നേ, മുയിക്കുന്ന ചങ്ങായി. കുറേ ആയി ഞാൻ പുറത്തൊന്നും കൊണ്ടുപോകാത്ത, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ പോരുന്നൊരു ചങ്ങായിയാ. ഇതാ ഇവരെല്ലാം മാന്തി കളഞ്ഞിട്ടാ എന്നേത് എൻ്റെ കൈ ഉണ്ടെങ്കിലോ പാട് പറിച്ചു കളഞ്ഞിക്കപ്പാട് കുറേ ആയി. അപ്പൊ ഗൈസ്, അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടെ വണ്ടി എടുക്കും, കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന്. അങ്ങനെ ഞങ്ങളിപ്പോ 5:30 ആകുമ്പോഴേക്ക് ഞങ്ങളിവിടെ പ്ലേസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അനന്തലിതാ പുറയിലെ പൂച്ചേനെ കൊണ്ട് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമായിരുന്നത്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, സുസുക്കിയിൽ ഇവിടെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ബ്രേക്ക് ഡൗണിലുള്ള ടൈമിൽ ഇവിടെ എല്ലാം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അന്നേരം ഇങ്ങനെ ഒന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള എന്താ ചെയ്യുക, സൂര്യാസ്തമയം കാണാൻ പറ്റിയിട്ടുള്ള നല്ല ഒരുപാട് ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റിയിട്ടുള്ളൊരു സെറ്റപ്പ് അവരിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, കാരണം നല്ലൊരു അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. കാരണം അതാ എൻ്റെ പുറകിൽ കണ്ടോ. നായനെ പേടിയുള്ള ഒരു അന്തം ഇത് കണ്ടതോ. കണ്ടോ പൂച്ചേനെ കളിപ്പിക്കുന്നത്, അത് എത്രയോ ലോങ് പിടിച്ചിട്ടാണ് കളിപ്പിക്കുന്നത്. ഇങ്ങോട്ടൊക്കെ ഞാൻ പൂച്ചേനെ ഒന്ന് എടുക്കിഞ്ഞി എടുക്കടാ, നീ എടുക്ക്, ചാർലീനെ എടുക്ക്. ഇല്ലടാ പ്രശ്നമൊന്നുമില്ല, ഇനി എടുക്ക്. എനിക്ക് പേടിയാണെങ്കിൽ പേടിയാന്ന് പറഞ്ഞാൽ മതി. മിക്സർ വയ്ക്കുന്നല്ല, എനിക്ക് പേടിയായിട്ടില്ല. എനിക്ക് നായനെ കണ്ടിട്ട് ഓടുന്ന ചങ്ങായിലടങ്ങി എടെങ്കിലും പോയി കണ്ടെങ്കിൽ അതൊന്നും ആസ്വദിക്കലാണ്ടതാ. അതിൽപ്പെട്ട ചങ്ങായത് ഫോട്ടോ എടുക്കണം. മഹേഷേ, ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ലടാ, പക്ഷെ പഠിക്കാൻ പറ്റും. ഇത് ക്യാമറ ഉണ്ട്, ഒരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ജസ്റ്റ് എൻ്റെ ചാർലീൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കുമെന്ന് ചോദിച്ചു കേട്ടാ. ഹലോ ബ്രോ, പേരെന്താ? അജുല വിശ്വന്ത് കേട്ടാ. അനുരാഗല. എൻ്റെ പൂച്ചേൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ എന്നാ വാ ഒന്നും എടുത്ത്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു പാലുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടേക്കൊന്ന് പോവാം. എന്തോ ഇനി പിടിക്കടാ, പേടിയുണ്ടാ പൂച്ച? എടാ പിടിക്കടാ, എടുത്തോളേ, ഇനി എടുക്കൂല. താഴെ ഒരു നല്ലൊരു അടിപൊളി ഒരു പാലുണ്ട്. ഞങ്ങൾ അടുത്തേക്ക് പോകുന്നു കേട്ടോ. എടാ ഒരു കൊടുക്ക്, അശ്വന്തവന്റെ പൂതി മാറട്ടെ. എന്നമ്മക്ക് പോകാം, എടുക്ക് കൊടുക്ക്. എടാ ഇവിടെ എഴുതിയ ഹോസ്പിറ്റലിലെ ടിക്കറ്റ് അടിക്കാൻ പോണ്ടേ? എന്റെ മനെ ചെക്ക് ചെയ്തെടുത്ത്. ഞാനിവിടുന്ന് വീഡിയോ എടുക്കുന്ന ടൈമിലാണ് ഇവിടുന്ന് 2-3 കുട്ടികൾ ഇങ്ങനെ ഇവിടുന്ന് കുളിക്കുന്നത്. ഇതിൻ്റെ താഴെ കുളിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഇത് അനന്തുണ്ട് ഇവിടെ. ഇതാ എൻ്റെ പേരെന്നാ? എന്തേ? ഹനാൻ. എൻ്റെ പേരെന്നാ? ആ നിങ്ങൾ കുളിക്കാത്തേ? ഇത്രയും വെള്ളം, ഇതെന്താ ഇത് വെള്ളമല്ലേ? ഇതെല്ലാം കുളിക്കുന്നുണ്ടല്ലോടാ. ഇതെല്ലാം കുളിക്കുന്നുണ്ടല്ലോ. എനിക്ക് വെള്ളം കുറവാണ്ടാ. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ.
ആയിട്ട് ഏൽപ്പിച്ചു കണ്ടാ റീലും കണ്ടു കുത്തിരിക്കുന്ന നോക്കി 2. ഓ തണുപ്പ് ഇതിനോട് പറയിപ്പിക്കണ്ട പോവാണ്ടിക്കട്ടി ഇത് കുത്തിരിപ്പിക്കുന്നില്ല എനിക്ക് നോക്കാനാവില്ല ആവല നല്ല. എന്തിനാടാ ജീവിക്കുന്നത്? പോയി മരിക്കടാ. സമൂഹത്തിൽ നിന്നെ അറിയപ്പെടുന്നുണ്ടോടാ? ഞാൻ എന്റെ ചാർലീനെ കൊണ്ടുവന്നേരം മണികണ്ഠൻ പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം ഗേൾസ് എല്ലാം തീർത്തും ചാർലീനെ എടുക്കുന്നത്. അപ്പോ മണിയുടെ ഇങ്ങോട്ട് പൂച്ചേനെങ്കിലും വാങ്ങിയിട്ട് അവൻ ആരെങ്കിലും വളക്കുന്നതാണ്. നോക്കണം എനിക്ക് പൂച്ചേനെ വാങ്ങല ഈ പെണ്ണ് കിട്ടാത്തതിന്റെ രോദന. പോകണം സമയം ഗൈസ് അങ്ങനെ കഷ്ടപ്പെട്ട് ആൾ ഇവിടുത്തെ വരെ വന്നിട്ട് പൂച്ചേനെല്ലാം കൊണ്ടുവന്നിട്ട് മൂഞ്ചിപ്പോയി. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം എന്തിന്റെ കുഴപ്പമായത്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ഫോട്ടോസും കാര്യങ്ങളും അയാൾക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. മഴ ഉള്ളതുകൊണ്ട് അസ്തമയം കാണാൻ പറ്റില്ല. മൊത്തത്തിൽ എല്ലാമേ പോച്ച് അസ്തമയം മൂഞ്ചല്. ഇവിടുന്ന് ഫോട്ടോഷൂട്ട്, അതായത് ബ്രൈഡൽ ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഒരുപാട് കല്യാണം കഴിഞ്ഞിട്ടെല്ലാം വന്നിട്ടുള്ള കുറേ ടീംസ് എല്ലാം ഉണ്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നത്. ചാർലീൻ്റെ കുറേ നല്ല പിക്ക് കിട്ടി കിട്ടാ. അതാ എനിക്ക് ഏകദേശം നന്നായിട്ട് പറ്റിയിട്ടുള്ളൂ. ചാർലിയാ എന്ന് വെച്ചിട്ട് ആരും ഇവിടെ വരാണ്ടൊന്നും നിൽക്കണ്ട. കാരണം ഇന്ന് മഴക്കാറുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. അല്ലെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സൂപ്പർ സ്ഥലമാണ്. പിന്നെ എൻ്റെ ഇതുപോലത്തെ ഒരുപാട് വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കാണുന്നത് മാത്രമേ ഉള്ളൂ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് ഒരുപാട് വീഡിയോസുകൾ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും അറിയിക്കുക ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.